വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ് 2, അതായത് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഇൻകം ടാക്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം, അതായത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട അല്ലെ. അപ്പോ ഈ ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഈ സാധാരണ രീതിയിൽ ഈ അസസി എന്ന് പറയുമ്പോൾ ആരാണ്? ടാക്സ് അടക്കേണ്ട വ്യക്തികൾ. അവരെന്ത് ചെയ്യും? അവരുടെ ഇൻകം ഒക്കെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ആക്കാൻ നോക്കും അല്ലെ. കാരണം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകത്തിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് തൻ്റെ ഇൻകത്തിനെ മാറ്റാനുള്ള ഒരു ശ്രമം അവിടെ നടക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് 1961 കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആവണമെങ്കിൽ അതിൻ്റെ ആ ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ അഗ്രികൾച്ചറൽ ഇൻകം ആവുള്ളൂ. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഈ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഈ ടാക്സ് അതോറിറ്റീസ് വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ. കാരണം എന്താ വെച്ചാൽ കൃഷിയുമായി ബന്ധമില്ലാത്ത ഇൻകം വരെ ചിലപ്പോ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളതിന് പലപ്പോഴും ഒരു തർക്കങ്ങൾ വരാറുള്ള ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ടാക്സ് അതോറിറ്റി നല്ല രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ 2 സബ്സെക്ഷൻ 1A ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഏൺഡ് ഫ്രം ലാൻഡ് അല്ലെ. ഇൻകം എവിടെ നിന്ന് വരണം? ലാൻഡിൽ നിന്ന് വരണം. ഓക്കെ, യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് അല്ലെ. അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമിയിൽ നിന്നുള്ള ഇൻകം ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം മീൻസ് എനി റെന്റ് or revenue derived from land situated in India and used for agricultural purpose. എന്താ പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യണം അല്ലെ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൽ നിന്നുള്ള കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാൻഡിൽ നിന്നുള്ള ഇൻകമോ അല്ലെങ്കിൽ റെന്റോ ആയിരിക്കണം ഈ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം ആവണം എന്നുണ്ടെങ്കിൽ ഈ ഡെഫിനിഷനിൽ എന്തൊക്കെയാ പറയണം? ലാൻഡ് ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കണം അല്ലെ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡ് ആയിരിക്കണം. ഈ ലാൻഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ അങ്ങനെ യൂസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ റവന്യൂ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടി ഇത് കറക്റ്റ് ആവാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന് അതായത് അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്ത മറ്റു ഇൻകം വരെ അഗ്രികൾച്ചറൽ ഇൻകം ആയി കണക്കാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് സാധാരണ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പ്രകാരം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് ചോദിച്ചാൽ പറയേണ്ടത്.
പക്ഷെ അതിന് പുറമെ നമുക്ക് നോക്കണം, ഒരു ഇൻകത്തിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത്, ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് നോക്കൂ. ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് മസ്റ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അല്ലെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? നമുക്ക് കിട്ടുന്ന ഇൻകം എവിടെ നിന്നായിരിക്കണം? ഭൂമിയിൽ നിന്നുള്ളതായിരിക്കണം. അല്ലെ, അതായത് ലാൻഡിൽ നിന്നുള്ളതായിരിക്കണം. അപ്പൊ ഈ ലാൻഡിൽ നിന്ന് അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമുക്ക് എന്തു പറയാൻ പറ്റില്ല? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, ലാൻഡ് മസ്റ്റ് ബി ഇൻ ഇന്ത്യ. അല്ലെ, ഒന്നാമത്തെ കണ്ടീഷൻ ലാൻഡിൽ നിന്നായിരിക്കണം ഇൻകം ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ ഈ ലാൻഡ് എവിടെയായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്? ഇന്ത്യയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് തേർഡ് കണ്ടീഷൻ നോക്കൂ, ലാൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ ലാൻഡിൽ നിന്നായിരിക്കണം വരുമാനം കിട്ടേണ്ടത്. ഈ ലാൻഡ് ഇന്ത്യയിൽ നിന്നായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ ലാൻഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്? അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അടുത്തൊരു ഭാഗം നോക്കുക, കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മൾ പ്രധാനമായിട്ടും 5 രീതികളിൽ തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നോക്കുക. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. ഓരോന്നും നമ്മൾ വിശദീകരിച്ച് പറയും. ഒന്നാമത്തത് എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അല്ലെ, അതായത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഓർ റവന്യൂ, അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ. അല്ലെ, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് അഗ്രികൾച്ചറൽ ഇൻകം ആയി കൂട്ടുന്നു. ദെൻ മൂന്നാമത്തത്, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം മാർക്കറ്റിംഗ് പ്രോസസ് പെർഫോംഡ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. അല്ലെ, അതായത് ഇപ്പോ എന്താണ്, ഈ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. ദെൻ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. അല്ലെ, ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. ദെൻ ഇൻകം ഫ്രം ബിൽഡിംഗ്. ഓക്കെ, ഇതാണ് 5 കേസുകൾ. അപ്പൊ ഈ 5 കേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതില് 1, 3, 4 ഇത് നമ്മൾ ഒരൊറ്റ ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തേത് നോക്കാം, എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അല്ലെ, എന്താ പറയുന്നത്? ഇന്ത്യയിലെ കൃഷിക്കായി ഉപയോഗിക്കുന്ന അഗ്രികൾച്ചറൽ പർപ്പസിനായി ഉപയോഗിക്കുന്ന ഭൂമിയിൽ നിന്ന്, അതായത് ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റോ ഇൻകമോ നമ്മൾ എന്ത് ചെയ്യും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് ഇന്ത്യയിലുള്ള ഒരു ഭൂമിയിൽ നിന്ന് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് അങ്ങനെ കിട്ടുന്ന റെന്റോ അല്ലെങ്കിൽ ഇൻകമോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. അല്ലെ, അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നെ അതിൽ വേറൊരു കേസ് ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നമ്മളിപ്പോ ഈ പാട്ടത്തിനൊക്കെ കൊടുക്കുമല്ലോ. അല്ലെ, ഭൂമി, ഈ ലാൻഡ് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് പാട്ടത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ലഭിക്കുന്ന ഒരു തുക, ഒരു എമൗണ്ട്, അതിപ്പോ ആ റെന്റ് എന്ന് പറയുന്നത് ചിലപ്പോ ഈ റെന്റിന് എടുത്ത ആള് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിട്ടോ നൽകാം. അല്ലെ, അതായത് കൈൻഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഈ വാടക മീൻസ് ഓണർക്ക് കൊടുക്കാം. അല്ലെ, അപ്പൊ ഇവിടെ 2 കേസുകൾ ഉണ്ട് പറയുന്നത്. ഒന്നാമത്തത്, ഇപ്പൊ ഒരാള് മറ്റൊരാൾക്ക് ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടത്തിന് കൊടുക്കുന്നതിന് പകരമായി
ഈ ഓണർക്ക് കിട്ടുന്ന റെന്റോ അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വിളകളായിട്ടോ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ടോ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ എന്താണ് ഈ പാട്ടത്തിന് കൊടുത്തതിന് പകരമായിട്ട് ഈ വാടക മീൻസ് ഓണർക്ക് എന്ത് കൊടുക്കും? ചിലപ്പോ അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ ആയിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇയാൾക്ക് ഇത് കിട്ടുമ്പോ ഇതെന്താണ്? ഇയാളുടെ കയ്യിൽ, അതായത് ഈ ഓണർക്ക് എന്താണ് ക്യാഷോ അല്ലെങ്കിൽ കൈൻഡോ കിട്ടുന്നത് എന്താണ്? അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞു ഈ 3 കേസുകളും ഒരൊറ്റ ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് പറയുന്നത്. നോക്ക് ഇവിടെ ഇതിലൊരു പ്രയോഗമുണ്ട്, സച്ച് എ ലാൻഡ് അല്ലെങ്കിൽ സച്ച് ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഇപ്പോ ഈ ഒരു കേസിൽ സച്ച് ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെയാണ് നമ്മൾ സച്ച് ലാൻഡ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സില് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു വേർഡ് ഉണ്ട്, സച്ച് ലാൻഡ്. സച്ച് ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെയാണ് സച്ച് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സച്ച് ലാൻഡിൽ നിന്ന് താഴെ പറയുന്ന ആക്ടിവിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഏതൊക്കെയാണത്? ഒന്ന് അഗ്രികൾച്ചർ അല്ലെ. നമ്മൾ ഈ 3 പോയിന്റും ഒരൊറ്റ ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് പറയുന്നത്. ഒന്ന് ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ, അതായത് എന്താണ്? കൃഷി നടത്തുക അല്ലെ, കൃഷി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. രണ്ടാമത്തത് എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മള് മാർക്കറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്താണ് പ്രയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൊബാക്കോ ലീവ്സ് അല്ലെ, അതായത് മീൻസ് പുകയില. ഈ പുകയില എന്ത് ചെയ്യാണ്? അത് വിൽക്കാൻ വേണ്ടിയിട്ട് മീൻസ് പുകയില നമ്മൾ അറുത്തു, അതിന്റെ ഇലകൾ നമ്മൾ അറുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഉണക്കുന്നു അല്ലെ. അത് ഉണക്കുമ്പോൾ അതെന്താണ്? അത് വിൽക്കാൻ വേണ്ടിയിട്ട് മീൻസ് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യരുത് കേട്ടോ, വെറും ഉണക്കുക അല്ലെ. ഒരു നോർമൽ പ്രോസസ്സിങ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതേപോലെ തന്നെ ഇനി അടുത്തത് എന്താണ്? എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് പ്രൊഡക്റ്റ് അല്ലെ. ഇപ്പൊ സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, അതായത് നമ്മൾ കൂടുതൽ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാതെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സച്ച് എ ലാൻഡിൽ നിന്ന് കിട്ടുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻകവും എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദാറ്റ് മീൻസ് സച്ച് എ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലുള്ള കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയിലുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സച്ച് എ ലാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. സച്ച് എ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിക്കായി ഉപയോഗിക്കുന്ന ലാൻഡ്. അപ്പൊ ആ സച്ച് എ ലാൻഡിൽ നിന്ന് കിട്ടുന്ന കൃഷി ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കിട്ടുന്ന ഇൻകം. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? നമ്മളിപ്പോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെ. നമ്മൾ പറഞ്ഞു എന്ത്? ഈ ടൊബാക്കോ ലീവ്സ് എന്ത് ചെയ്യാണ്? ഉണക്കുക. ദെൻ മൂന്നാമത്തെ എന്താണ്? ഈ രണ്ടാമത്തെ കേസ് ഒഴികെ വേറൊരു പ്രോസസ്സും ചെയ്യാതെ അല്ലെ, അതായത് ഫർദർ പ്രോസസ് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പൊ അവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ടൊബാക്കോ ലീവ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അത് ഉണക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു? ടൊബാക്കോ ലീവ്സ് നമ്മൾ വിളവെടുത്തു, എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് ഉണക്കിയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ എന്താണ്? അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ഫർദർ പ്രോസസ്സിംഗ് നടത്തി ഒരു ബീഡിയാക്കി മാറ്റി അല്ലെ, ബീഡികൾ ഉണ്ടാക്കി മാറ്റി. അപ്പൊ അതെന്തായി? എന്നിട്ട് ബീഡികൾ ഉണ്ടാക്കി വിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അതെന്തല്ല? അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അപ്പൊ ഫർദർ പ്രോസസ്സിംഗ് ചെയ്ത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ ഫർദർ പ്രോസസ്സിംഗ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അതെന്തല്ല? അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അതെന്തായി മാറിയത്? ബിസിനസ് ഇൻകം ആയി മാറി. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 3 കേസുകൾ വരുന്നത്. ദെൻ ഇനി അടുത്തത് നോക്കുക, ഇൻകം ഫ്രം ബിൽഡിംഗ് അല്ലെ. അതായത് ഇപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന
ഡിസ്കസ് ചെയ്യുന്ന താഴെ പറയുന്ന കാര്യങ്ങളിൽ, അതായത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന്, ദാറ്റ് മീൻസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എന്തായി കണക്കാക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പൊ ഏതൊക്കെയാണെന്ന് പറയാം. അതായത് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അഗ്രികൾച്ചറൽ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകവും എന്തായി കണക്കാക്കുന്നു? അഗ്രികൾച്ചറൽ ഇൻകമായി കണക്കാക്കുന്നു. അപ്പോ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകമായി കണക്കാക്കണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ദാറ്റ് മീൻസ് ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ, സിറ്റുവേഷൻസിൽ മാത്രമേ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുകയുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു സാഹചര്യങ്ങൾ, മീൻസ് ആ ഒരു പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. അപ്പൊ നമുക്ക് ഒരു ബിൽഡിങ്ങിൽ നിന്നുള്ള ഇൻകത്തിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കണമെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഓണർ, അതായത് കൃഷി നടത്തുന്ന, സച്ച് എ ലാൻഡിൽ നിന്ന് കൃഷി നടത്തുന്ന ഓണറിന്റെ അണ്ടറിലായിരിക്കണം ആ ഭൂമി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്? ഈ ഭൂമി മീൻസ് ഈ ബിൽഡിംഗ് ഈ ഭൂമിക്ക് അടുത്ത് തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് അഗ്രികൾച്ചറൽ ലാൻഡിന് ചേർന്നായിരിക്കണം ഈ ഒരു കെട്ടിടം ഉണ്ടായിരിക്കേണ്ടത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ്, അല്ലെ? ഇൻകം ഫ്രം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ എപ്പോഴാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക? എപ്പോഴൊക്കെയാണ്? ഒന്നാമത്തത് എന്താ പറയുന്നത്? ഈ ബിൽഡിങ് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കൃഷി നടത്തുന്ന ഓണറുടേതായിരിക്കണം. രണ്ടാമത്തത് പറയുന്നത് ഈ ബിൽഡിങ് കൃഷി നടത്തുന്ന ഭൂമിക്ക് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെയോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെയോ ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഇതിന്റെ ഉപയോഗം, അല്ലെ? അതായത് ഈ ഭൂമി എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനോ, അല്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വല്ല ഔട്ട് ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് താമസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനോ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ഭൂമിക്ക് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ ഈ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്ന ഭൂമിയിലായിരിക്കണം ഈ ബിൽഡിംഗ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അർബൻ ഏരിയയിലായിരിക്കരുത്. ഓക്കെ, അപ്പൊ ഈ അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതിന്റെ പോപ്പുലേഷൻ 10,000 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ അർബൻ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുനിസിപ്പൽ ബോർഡ്, നോട്ടിഫൈഡ് ഏരിയ, ടൗൺ ഏരിയ, മുനിസിപ്പൽ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അർബൻ ഏരിയ എന്ന് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് എവിടെ ആയിരിക്കരുത്? നമ്മുടെ അർബൻ ഏരിയയിലായിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഏരിയ ആണെങ്കിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് ആ ഭൂമി ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ആ നോട്ടിഫൈ ചെയ്ത മുനിസിപ്പൽ ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പൽ ബോർഡ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് 8 കിലോമീറ്റർ അകലമുള്ള സ്ഥലത്തായിരിക്കണം. അതേപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മറ്റൊരു പരിധിയിലായിരിക്കണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ ബിൽഡിങ്ങിൽ നിന്നുള്ള ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇത്രേ പറയുന്നുള്ളൂ. കൃഷി ചെയ്യുന്ന ആളുടെ, അല്ലെ, അഗ്രികൾച്ചറൽ ഓണറുടെ ഉടമസ്ഥയിലുള്ളതും അയാള് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ ബിൽഡിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ഭൂമി എന്തിനു വിധേയമാകണം? ടാക്സ് അടക്കുന്ന ഭൂമിയിലായിരിക്കണം ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അർബൻ ഏരിയയിലായിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത നോട്ടിഫിക്കേഷനുള്ള അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ആയിരിക്കണം ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇൻകം ഫ്രം ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഇതാണ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അതായത് ഒരു ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഓർ റവന്യൂ, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ കൃഷി ചെയ്ത് കിട്ടുന്ന ഇൻകം, അതുപോലെ തന്നെ ഒരു സാധാരണ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ അതുപോലെ തന്നെ ഫർദർ പ്രോസസ് ഒന്നും ചെയ്യാതെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ ഇൻകം ഫ്രം ബിൽഡിംഗ്. ഇൻകം ഫ്രം ബിൽഡിംഗ്, അതായത് ഈ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കണമെങ്കിൽ കുറച്ച് സിറ്റുവേഷൻ, താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അത് എന്തായി മാറി? ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതെന്തായി മാറി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറിയിൽ പെടും. ഓക്കെ. അതിനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ ആദ്യം ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. ഓക്കെ. അടുത്തൊരു ഭാഗം നോക്കുക, നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ നമ്മൾ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നോക്കാം നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഇപ്പൊ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവയൊന്നും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കൂല. അതായത് ഇപ്പോ കൃഷിയുമായി ചെറിയൊരു ബന്ധമുണ്ട്, പക്ഷെ എന്ന് വിചാരിച്ച് താഴെ പറയുന്ന ഇൻകംസ് ഒന്നും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കണക്കാക്കുകയില്ല. അപ്പൊ ഏതൊക്കെയാണ് ആ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ആന്യൂറ്റി പേയബിൾ ടു വെൻഡർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അല്ലെ, ഇപ്പോ ഒരു കർഷകൻ, അല്ലെ, ഒരു ഫാർമർ, അയാൾ കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് വിൽക്കുകയാണ്. ഓക്കെ. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടും? ഒരു ആന്യൂറ്റി എമൗണ്ട് കിട്ടും, അല്ലെ. അതെന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ അവിടെ കൃഷി ചെയ്യുന്ന ഭൂമിയാണ്, ഇന്ത്യയിലുള്ള ഭൂമിയാണ്, പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്? അത് വിൽക്കുകയാണ്. വിറ്റിട്ട് കിട്ടുന്ന ഇൻകം അതെന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ അതേപോലെ തന്നെ അടുത്തത് നോക്കൂ, കമ്മീഷൻ ഫോർ സെയിലിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഇപ്പോ വേറൊരാളുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിറ്റ് കൊടുക്കുന്നതിന് കമ്മീഷൻ വാങ്ങുക. ഓക്കെ. അപ്പൊ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിറ്റതിന് ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ കമ്മീഷനെ നമ്മൾ എന്തായി കണക്കാക്കില്ല? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അതെന്താണ്? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഇൻകം ഫ്രം ഡയറി ഫാം, അല്ലെ. അതായത് ഇപ്പോ ഈ ഡയറി ഫാമിൽ നിന്നുള്ള വരുമാനം, അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഈ എന്താണ് പാൽ അല്ലെങ്കിൽ മറ്റു ഡയറി പ്രൊഡക്ട്സുകളൊക്കെ, അല്ലെ, അതായത് ഫാമിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതെന്തല്ല? അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. കാരണം എന്താ? എന്തുകൊണ്ട് അഗ്രികൾച്ചറൽ ഇൻകം അല്ല? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന, കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനമായിരിക്കണമെന്ന്. ഓക്കെ. ദെൻ അടുത്തത് നോക്കൂ, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് റിസൾട്ടിങ് ഫ്രം വൈൽഡ് ഗ്രോത്ത്, അല്ലെ. അതായത് ഇപ്പോ ഈ കാടുകളിലെ മരങ്ങള്, അപ്പൊ അത് നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് വിൽക്കേ, അല്ലെങ്കിൽ മരങ്ങൾ വിൽക്കേ, അതെന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം അല്ല, അല്ലെ. അതെന്താണ്? സ്വമേധയാ ഉണ്ടായതാണ് ആ മരങ്ങളൊക്കെ. അപ്പൊ അതെടുത്ത് വിറ്റിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ട്സ് എടുത്ത് വിൽക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ ഫിഷറീസ്, അല്ലെ, അതായത് നമ്മൾ മത്സ്യബന്ധനം എന്ന് പറയില്ലേ, അതായത് ഈ ഫിഷറി വഴി നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, മത്സ്യബന്ധനം വഴി നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, ഗിന്നിങ് ഓഫ് കോട്ടൺ, അല്ലെ. നമ്മൾ എന്താണ് ഈ പരുത്തിയിൽ നിന്ന് മീൻസ് ഈ ഇതെടുക്കില്ലേ, നൂലെടുത്തിട്ട് നമ്മൾ വിൽക്കില്ലേ, പട്ട് എടുത്തിട്ട് വിൽക്കുന്നുണ്ടല്ലോ, അതെന്തല്ല? അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ
ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്പ് ഓൺ പർച്ചേസ്ഡ് ലാൻഡ്. അതായത് ഒരു വ്യക്തി ഒരു ഭൂമി വാങ്ങി, ഒരാള് ഒരു ഭൂമി വാങ്ങി. അപ്പൊ ഭൂമി വാങ്ങുമ്പോ അതില് ഈ വിളവിന് പാകമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ ആ പ്രൊഡക്ട്സ് കൊണ്ടുപോയി വിറ്റു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അത് എന്തുകൊണ്ടാണ്? അയാളല്ല ആ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? വേറൊരാളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി, ആ ഭൂമിയിൽ ഓൾറെഡി വിളവിന് പാകമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതാണ് അയാൾ കൊണ്ടുപോയി വിറ്റത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഈ ലെറ്റിംഗ് ഔട്ട് ഓഫ് ലാൻഡ് ഫോർ സ്റ്റോക്കിംഗ് ടിമ്പർ ഓർ ക്രോപ്സ്, അല്ലെ? അതായത് ഇപ്പോ ഈ ഭൂമി വാടകക്ക് കൊടുക്കുകയാണ്, അല്ലെ? അതായത് ഇപ്പൊ ഈ ടിമ്പർ അതേപോലെ തന്നെ ഈ ക്രോപ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വേറെ ആർക്കെങ്കിലും വാടകക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്തല്ല? അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഈ ഡിവിഡൻഡ് പെയ്ഡ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഒരു വ്യക്തി, ഇപ്പൊ ഒരു ബിസിനസ് ഉള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് കുറച്ച് അഗ്രികൾച്ചർ ഉണ്ടോ എന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഈ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം അയാളുടെ ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സിന്, മറ്റു ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വെച്ചു. ഡിവിഡൻഡ് കൊടുത്തു, അല്ലെ? അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകം എന്താണ്? ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയതാണ്. ഡിവിഡൻഡ് എന്നുള്ള പേരിൽ കിട്ടിയ ഇൻകം ആണ്. പക്ഷേ ഈ ബിസിനസ് മീൻസ് ഈ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തത്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നത് എന്താണ്? ഡിവിഡൻഡ് എന്നുള്ള പേരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് കുറക്കാൻ പാടില്ല. ഓക്കെ, കാരണം അയാൾക്ക് എന്താ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് സാലറി കൊടുക്കുന്നത് ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വിറ്റിട്ടാണെന്ന് വിചാരിച്ചോ. പക്ഷേ ഈ സാലറി കിട്ടുന്ന വ്യക്തിക്ക് സാലറി എന്നുള്ള പേരിലാണ് കിട്ടുന്നത്, അല്ലെ? സാലറി അയാൾ എടുത്ത സേവനത്തിന് കിട്ടുന്ന സാലറിയാണ്, അത് അല്ലാതെ അയാൾ കൃഷി ചെയ്തിട്ട് കിട്ടിയതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടുന്ന ഇൻകംസ് ഒന്നും എന്തല്ല? അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്തോ നോക്കൂ, കമ്മീഷൻ ഏൺഡ് ബൈ ദി ലാൻഡ് ലോഡ് ഫോർ സെല്ലിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അല്ലെ? ഇപ്പൊ ഇവിടെ ഈ ലാൻഡ് ലോഡ്, ഇപ്പൊ നമ്മൾ ഈ പാട്ടത്തിനൊക്കെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു ലാൻഡ് മുതലാളി മീൻസ് ലാൻഡ് ഓണർ പാട്ടത്തിന് അയാളുടെ ഭൂമി റെന്റിന് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോ ഈ റെന്റ് എടുക്കുന്ന ആള് അയാൾ അവിടെ കൃഷി ചെയ്തു, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഓണറിനെ ഏൽപ്പിച്ചു. അപ്പൊ ഈ ഓണർ എന്ത് പറയുന്നു? ഈ പ്രൊഡക്ട്സ് വിറ്റാൽ അതിനുള്ള ഒരു കമ്മീഷൻ നീ എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഈ എന്താണ് കമ്മീഷൻ, അതായത് എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വിറ്റിട്ടുള്ള കമ്മീഷൻ ഓണർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഓണർക്ക് കമ്മീഷൻ ആയി കിട്ടുന്നത് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, പ്രോഫിറ്റ് ഏൺഡ് ഓൺ പർച്ചേസ് ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ്, അല്ലെ? അതായത് പ്രോഫിറ്റ് ഏൺഡ് ഓൺ പർച്ചേസ് ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ്, അല്ലെ? അതായത് ഈ നമ്മൾ ഇത് വാങ്ങില്ലേ, അതായത് ഈ വാങ്ങിയിട്ടുള്ള ക്രോപ്പ് വിൽക്കുക, അല്ലെ? അതായത് വാങ്ങിയ വിളകൾ നമ്മൾ വിൽക്കുക. വേറെ ആരോ കൃഷി ചെയ്തിട്ടുള്ള വിളകൾ ഒരാൾ വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ അത് വിൽക്കുന്നു. അപ്പൊ ആക്ച്വലി അയാളല്ല അവിടെ കൃഷി ചെയ്തത്, വേറെ ആരോ കൃഷി ചെയ്തതായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു വ്യക്തി ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ അത് വിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോപ്പ് എന്ത് ചെയ്യാണ്? ബി വാങ്ങി. എ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, വിളകളാണ്, അത് ബി വാങ്ങി. ഇപ്പൊ ബിക്ക് ആ പ്രൊഡക്ട്സ് വിറ്റിട്ട് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ബിക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അത് എ ഉണ്ടാക്കിയതാണ്, അല്ലെ? അതായത് എ ഉണ്ടാക്കി, അത് എന്താണ്, ആ ക്രോപ്പ് വിളവെടുക്കാൻ സമയമായപ്പോ അത് വിറ്റു, വേറൊരാൾക്ക് വിറ്റു. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. അടുത്തത് റിയറിംഗ് ഓഫ് സിൽക്ക് വോംസ്. നമ്മൾ ഈ പട്ടുനൂൽ പുഴുവിനൊക്കെ കൃഷി ചെയ്യുമല്ലോ, പട്ടുനൂൽ പുഴുവിന്റെ കൃഷി, അല്ലെ? അത് പട്ടുനൂൽ പുഴുവിനെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കും, അല്ലെ?
കൊക്കൂൺസ് ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം അതെന്തല്ല, അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അതെന്താണ്? ഈ പട്ടുനൂൽപ്പുഴു എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവിയാണ്, ആ ജീവിയെ വളർത്തിയിട്ട് കിട്ടുന്ന ഇൻകമാണ്. ഓക്കെ, അപ്പൊ അത് കൃഷി ഇൻകം അല്ല. ദെൻ അടുത്ത് നോക്കൂ, ഇൻകം ഫ്രം സ്റ്റോൺ കോറീസ് അല്ലെ. ഈ കല്ലുകളൊക്കെ അല്ലെ, കോറി അല്ലെ, കോറികള് കോറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ റോയൽറ്റി ഇൻകം ഓഫ് മൈൻസ്, ഈ ഖനികൾ അല്ലെ, നമ്മളിപ്പോ ഈ ഖനനം ചെയ്യില്ലേ, ഈ മൈനുകളൊക്കെ, ഈ മൈൻസ് എന്ത് ചെയ്യാണ്, ആർക്കെങ്കിലും കൊടുക്കുക എങ്കിൽ മൈൻസ് ഖനനം ചെയ്യാനുള്ള അവകാശം ഒരു വ്യക്തിക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന് അവകാശം കൊടുത്തതിന് പകരമായിട്ട് കിട്ടുന്ന റോയൽറ്റി അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ അടുത്ത നോക്കൂ, ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ് അല്ലെ. പോൾട്രി ഫാമിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ എന്താണ് അടുത്ത നോക്കൂ, ലാൻഡ് യൂസ്ഡ് ഫോർ ബ്രിക്ക് മേക്കിംഗ് അല്ലെ. എന്താണ് ബ്രിക്ക് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇഷ്ടിക നിർമ്മാണം, അതായത് അഗ്രികൾച്ചറൽ ഭൂമിയിലെ മണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കി വിറ്റു എന്ന് വിചാരിച്ചോ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്തല്ല, അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത നോക്കൂ, ഇൻകം ഫ്രം പ്രൊഡ്യൂസിങ് വാട്ടർ ഫ്രൂട്ട്സ് ഇൻ എ ടാങ്ക് അല്ലെ. അതായത് ഈ വാട്ടർ ഫ്രൂട്ട്സ് മീൻസ് ഈ എന്താ ടാങ്കില് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റ് കൃഷികളൊക്കെ നമ്മൾ ചെയ്യുക വാട്ടർ ടാങ്കില്. ഇപ്പൊ നമ്മൾ ഈ ആമ്പൽപ്പൂ ഒക്കെ അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കൃഷികൾ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്, ലാൻഡുമായി ബന്ധപ്പെട്ടതല്ല, വെള്ളത്തിലാണ്. അപ്പൊ വെള്ളത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കി അതിന് വിളവെടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ അടുത്തത് നോക്കൂ, കോമ്പൻസേഷൻ ഫോർ റിക്വസിഷൻ ഓഫ് ലാൻഡ് ഫോർ മിലിറ്ററി യൂസ് അല്ലെ. മിലിറ്ററി യൂസ്, ഇപ്പൊ നമ്മൾ ഈ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു ഭൂമി വേറെ ഒരു വ്യക്തിയുടെ ലാൻഡ് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കും. ഇങ്ങനെ കിട്ടിയിട്ടുള്ള കോമ്പൻസേഷനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ അടുത്ത നോക്കൂ, റെമ്യൂണറേഷൻ ഓഫ് മുത്തവല്ലി അല്ലെ. ദാറ്റ് മീൻസ് ട്രസ്റ്റി. നമ്മൾ ഈ വഖഫായിട്ടൊക്കെ കൊടുക്കുമല്ലോ, വഖഫായിട്ട് അല്ലെ. മുസ്ലിം സമുദായത്തിൽ എന്ത് ചെയ്യും, അവർ ഈ വഖഫായിട്ട് ഈ പള്ളികളിലേക്കും മറ്റ് ഇതിലേക്കൊക്കെ വഖഫായിട്ട് ചില സ്ഥലങ്ങളും അവരുടെ സ്വത്തുക്കളൊക്കെ വഖഫ് എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇപ്പൊ ഒരു വ്യക്തി അങ്ങനെ വഖഫായിട്ട് എന്തെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യും, ഇത് നോക്കി നടത്തുന്ന ട്രസ്റ്റി, അതാണ് മുത്തവല്ലി എന്ന് പറയുന്നത്. ഇത് നോക്കി നടത്തുന്ന ട്രസ്റ്റിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, ഇപ്പൊ ഈ അഗ്രികൾച്ചറൽ ലാൻഡും ഈ വഖഫായിട്ട് കിട്ടിയിട്ടുള്ള ഈ ലാൻഡുകളും മറ്റു ഇതൊക്കെ നോക്കി നടത്തുന്ന ട്രസ്റ്റി, അയാളെയാണ് നമ്മൾ മുത്തവല്ലി എന്ന് വിളിക്കുന്നത്. ഇയാൾക്ക് ഇങ്ങനെ നോക്കി നടത്തുന്നതിന് എന്ത് കൊടുക്കണം, റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. ഈ റെമ്യൂണറേഷൻ ഈ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകമാണ് കൊടുക്കുന്നത് എങ്കിൽ അതെന്തായി കണക്കാക്കില്ല, അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. കാരണം എന്താണ്, മുത്തവല്ലി ഓർ ട്രസ്റ്റിക്ക് കിട്ടുന്നത് അയാൾ ആ മേൽനോട്ടം വഹിച്ചതിനുള്ള കോമ്പൻസേഷൻ ആണ്, അതല്ലാതെ അയാൾക്ക് കൃഷി ചെയ്തതിന് കിട്ടുന്ന ഇൻകം അല്ല. ഓക്കെ, അയാൾക്ക് അവിടെ നോക്കി നടത്തുന്നതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ്. പക്ഷെ ഈ റെമ്യൂണറേഷൻ കൊടുത്തത് എവിടെ നിന്നാണ്, കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഇൻകത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇയാളുടെ കയ്യിൽ കിട്ടുമ്പോ എന്താണ്, അത് റെമ്യൂണറേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ അടുത്ത നോക്കൂ, ഇൻകം ഫ്രം സെയിൽ ഓഫ് ടെൻഡർ, അതായത് ടെൻഡർ ഫോർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. ഇപ്പൊ ഒരു വ്യക്തി ഈ ഷുഗർ കെയിൻ വിളവെടുക്കുന്ന കൾട്ടിവേഷൻ നടത്തുന്ന ഒരു ഫാർമറെ അയാളുടെ ഷുഗർ കെയിൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും പല വ്യക്തികളും വരും. അപ്പോ എന്ത് ചെയ്യും, അവർക്ക് ഈ ടെൻഡർ പിടിക്കാന്ന് പറയില്ല, ഈ ടെൻഡർ ഫോമുകൾ ആര് വിൽക്കും, ഈ ഷുഗർ കെയിൻ കൾട്ടിവേറ്റർ വിൽക്കും. അപ്പൊ ഈ ടെൻഡർ ഫോം വിൽക്കുമ്പോൾ അതിന് അയാൾ ഒരു ചെറിയൊരു എമൗണ്ട് വാങ്ങും. അങ്ങനെ ഈ ടെൻഡർ ഫോം വിൽക്കാൻ വേണ്ടി വിറ്റ് കിട്ടുന്ന ആ ഒരു ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ ലാസ്റ്റ് വൺ, ഇൻകം ഫ്രം മെയിൻറ്റെയിനിങ് ഓർ റണ്ണിങ് നഴ്സറീസ് അല്ലെ. അതായത് ഈ നമ്മൾ പറയില്ല ഈ പ്ലാന്റ് നഴ്സറി അല്ലെ, അതായത് ഇപ്പൊ ഈ ചെടി വളർത്തുന്നത്. അപ്പൊ ഈ ചെടി വളർത്തുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു ഭൂമിയിൽ ചെടി വളർത്തി ഉണ്ടാക്കി ആ ചെടികൾ വിറ്റതാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്.
നേരെ മറിച്ച് നമ്മള് ഭൂമിയിലല്ലാതെ നമ്മളിപ്പോ ഈ എന്താണ് ഈ പ്ലാസ്റ്റിക്കിന്റെ പോട്ടുകളിലും അല്ലെങ്കിൽ മണ്ണിന്റെ പോട്ടുകളിലൊക്കെ ആയിട്ട് നമ്മൾ ചെടി വളർത്തുമല്ലോ, അതേപോലെ തന്നെ നമ്മളിപ്പോ വേറെ എന്താ ഈ ഇൻഡോർ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ചെടി വളർത്തിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭൂമിയിലല്ലാതെ ചെടി വളർത്തിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാമേ അല്ലെ, അതായത് ചെടികളെ വല്ല പോട്ടിലോ ഇതിലൊക്കെ ആക്കിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമാണെങ്കിൽ അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. നമ്മൾ സാധാരണ നമ്മളൊരു ലാൻഡ് യൂസ് ചെയ്തിട്ട് ചെടികൾ അവിടെ നട്ടുപിടിപ്പിച്ച് അതിൽ ആ വളർന്നുണ്ടായ ചെടികൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ നോൺ അഗ്രികൾച്ചർ. കാരണം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അഗ്രികൾച്ചറുമായിട്ട് എന്തൊക്കെയോ ചെറിയ സാമ്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം ആവണമെങ്കിൽ ഇന്ത്യയിലായിരിക്കണം, ഭൂമിയിൽ നിന്നുള്ളതായിരിക്കണം, കൃഷി ചെയ്തിട്ട് ഉണ്ടായ വരുമാനമായിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു മനുഷ്യൻ അയാളുടെ എഫേർട്ട് കൃഷിക്കായി ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അഗ്രികൾച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ അസസിക്ക് കഴിയില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് പാർട്ടിലി അഗ്രികൾച്ചറൽ ഇൻകം. ഇപ്പൊ നോക്കൂ, ചില കേസുകളിൽ ഇൻകം രണ്ട് ഭാഗങ്ങളുടെ ഫീച്ചേഴ്സും കാണിക്കും. അതായത് പൂർണ്ണമായും അഗ്രികൾച്ചറൽ ഇൻകം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതേപോലെ തന്നെ പൂർണ്ണമായും നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അങ്ങനെ ചില കേസുകൾ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ചില ഇൻകത്തിന് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെയും അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിന്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് ചേരും. അത്തരം ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ടിലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഒരു പാർട്ട് നോൺ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിന്റെ ഫീച്ചേഴ്സും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ പാർട്ട് ഏതാണെന്നും നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ പാർട്ട് ഏതാണും എന്നുള്ളത് നമ്മൾ തരംതിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ പാർട്ട് തെരഞ്ഞെടുത്ത് അതിനെ നമ്മൾ എന്തേക്കും, ഓൾറെഡി നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഈ പാർട്ടിലി അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ചു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു 4 എക്സാമ്പിൾസിന്റെ ബേസിലായിരിക്കും. നോക്കൂ, ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷുഗർ മിൽ കമ്പനി, ഒരു ഷുഗർ മില്ല് നടത്തുന്ന ആള്, ഒരു വ്യക്തി, അയാൾക്ക് സ്വന്തമായിട്ട് ഷുഗർ കെയിൻ അവര് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ അയാള് ഈ ഷുഗർ കെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തി അല്ലെങ്കിൽ ഷുഗർ കെയിനിന്റെ വിളവെടുത്തു. അപ്പൊ അതെന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അങ്ങനെ ഈ ഷുഗർ കെയിൻ അല്ലെങ്കിൽ ഈ കരിമ്പ് വിളവെടുത്തു കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ അതെന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇയാൾ ഓൾറെഡി എന്താണ്, ഒരു ഷുഗർ മില്ലറാണ് അല്ലെ, ഷുഗർ മിൽ നടത്തുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഈ ഷുഗർ മില്ല് ഓൾറെഡി ഇയാൾക്ക് ഒരു അഗ്രികൾച്ചർ എന്താണ് ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്നുണ്ട്. അയാൾ എന്താ ചെയ്യുക, ഇയാൾ കൃഷി ചെയ്ത ഷുഗർ കെയിൻ കരിമ്പ് എന്ത് ചെയ്യുന്നു, അയാള് മാനുഫാക്ചറിങ് നടത്തി ഷുഗർ ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നോക്കൂ, ഈ മാനുഫാക്ചറിങ് നടത്തി ഷുഗർ ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ബിസിനസ് ഇൻകം ആണ്. നേരെ മറിച്ച് ഇയാൾ എന്ത് ചെയ്യുന്നു, ഷുഗർ അതായത് കരിമ്പ് കൃഷി ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഇതെന്താണ്, ഇതൊരു പാർട്ടിലി അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറയാം. അതായത് അഗ്രികൾച്ചറലിന്റെ ഫീച്ചേഴ്സും നോൺ അഗ്രികൾച്ചറിന്റെ ഫീച്ചേഴ്സും രണ്ടും കൂടി ചേർന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് പറയാം എന്ത്, ഇതില് ഈ കരിമ്പ് കരിമ്പ് വിളവെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വരുമാനമാണ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ ഈ മൊത്തം വരുമാനത്തിന്റെ
ഇപ്പൊ നമ്മൾ ഈ കരിമ്പ് വിളവെടുത്തുണ്ടാക്കി ആ ഷുഗർ മില്ലുകാരൻ എന്ത് ചെയ്തു, അത് മാനുഫാക്ചറിങ് നടത്തി ഷുഗർ ഉണ്ടാക്കി അയാൾ അത് വിറ്റു. അങ്ങനെ കിട്ടിയ മൊത്തം വരുമാനത്തിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകമായും ബാക്കി വരുന്ന 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടും നമ്മൾ കണക്കാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഷുഗർ മില്ല് നടത്തുന്ന വ്യക്തിക്ക് ഇത് മാനുഫാക്ചറിങ് നടത്തി ഒരു ഷുഗർ ഉണ്ടാക്കി അയാൾ അത് വിറ്റപ്പോ അയാൾക്ക് ഒരു 1 lakh rupees കിട്ടി. അപ്പോ അതിൽ ഇത് നമുക്കറിയാം, ഈ എന്താണ് കരിമ്പ് ഉണ്ടാക്കി അയാൾ അത് മാനുഫാക്ചറിങ് നടത്തി വിൽക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ പാർട്ടിലി അഗ്രികൾച്ചറലും മറ്റു പാർട്ട് നോൺ അഗ്രികൾച്ചറലും ആണ് എന്ന്. അപ്പൊ ഇയാൾക്ക് കിട്ടിയ മൊത്തം വരുമാനം 1 lakh ആണ്. ഈ 1 lakhന്റെ 60%, ദാറ്റ് മീൻസ് 60,000, 60,000 രൂപ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ അയാൾക്ക് അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല. ബാക്കി വരുന്ന 40%, ദാറ്റ് മീൻസ് 40,000ന്റെ മുകളിൽ മാത്രം അയാൾക്ക് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, ഇവിടെ ഫസ്റ്റത്തെ കേസിൽ നോക്കൂ കൊടുത്തത്, ഇൻകം ഫ്രം ഗ്രോവിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് എനി പ്രൊഡക്റ്റ് അതർ ദാൻ ടീ. ടീ അല്ലാത്ത മറ്റു പ്രൊഡക്ട്സുകളുടെ ഗ്രോവിംഗ് ആൻഡ് മാനുഫാക്ചറിങ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് റൂൾ 7 പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയില്, വെജിറ്റബിൾ ഗീ, ഫ്ലോറ്, ഷുഗർ മുതലായവ അല്ലെ. ഇപ്പൊ അത് ടീ അല്ലാത്ത മറ്റു പ്രൊഡക്ട്സുകൾ. ഇവിടെ ഈ ഫാർമർ എന്ത് ചെയ്യുന്നു? അതായത് അയാളുടെ ഇത്തരത്തിലുള്ള അയാളൊരു കൃഷി നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിനെ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഒരു കർഷകൻ സ്വന്തം കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഈ കേസിൽ എങ്ങനെയാണ്? പാർട്ടിലി അഗ്രികൾച്ചറലും അനദർ പാർട്ട് നോൺ അഗ്രികൾച്ചറലും ആണ് അല്ലെ. അതായത് രണ്ടും കൂടി ചേർന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിൽപ്പനയിലും അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂയിലെ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതും റൂൾ 7 പറയുന്നത്. ഇനി നോക്കുക അടുത്തൊരു ഇമ്പോർട്ടന്റ്, ഇൻകം ഓഫ് ടീ ഗാർഡൻ അല്ലെ. അതായത് ഈ റൂൾ 8 അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങൾ അല്ലെ, തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഇതിലെ തേയില കൃഷി ചെയ്ത് അത് പ്രോസസ്സിങ് നടത്തി നമ്മളിപ്പോൾ ടീ പൗഡർ ആക്കിയിട്ട് വിൽക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ്? ഇതും രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ മൊത്തം ഇൻകത്തിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകം ഏതാണെന്നും നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഏതാണെന്നും തരംതിരിക്കണം. അതായത് തേയില കൃഷി ചെയ്ത് അത് പ്രോസസ്സിങ് നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ടീ പൗഡർ ആയിട്ട് വിൽക്കുമ്പോൾ അത് മൊത്തം അഗ്രികൾച്ചറൽ ഇൻകം അല്ല, അതിന് ബിസിനസ് ഇൻകത്തിന്റെയും അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെയും ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇതിൽ എങ്ങനെയാണ്? 60% ടോട്ടൽ ഇൻകത്തിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി വരുന്ന 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകം അഥവാ ബിസിനസ് ഇൻകം ആകുന്നു. ദെൻ അടുത്ത നോക്കൂ, മാനുഫാക്ചർ ഓഫ് ലാറ്റക്സ് ഓർ കാനക്സ് അല്ലെ. അതായത് ബ്ലോക്ക് റബ്ബർ. നമ്മൾ ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബർ എങ്ങനെയാണ്? നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് റബ്ബർ പാൽ എടുക്കുന്നു അല്ലെ. ദാറ്റ് മീൻസ് അതിന്റെ ലാറ്റക്സ്, റബ്ബർ പാൽ മീൻസ് ലാറ്റക്സ് എടുക്കുന്നു അല്ലെ. ഈ ലാറ്റക്സ് എടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് മൊത്തം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. നേരെ മറിച്ച് ഈ ലാറ്റക്സ് എടുത്ത് അത് നമ്മൾ ഈ റബ്ബർ ഷീറ്റുകളാക്കില്ലേ, ദാറ്റ് മീൻസ് ഈ കാനക്സുകളാക്കൂലേ, അതാണ്. അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ എങ്ങനെയാവും? ഇപ്പൊ ഈ ലാറ്റക്സ് എടുക്കുന്നത് വരെ അഗ്രികൾച്ചറൽ പാർട്ടും ഈ ലാറ്റക്സിനെ നമ്മൾ ഈ കാനക്സ് ആക്കി മാറ്റി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോൺ അഗ്രികൾച്ചറൽ പാർട്ടും ആണ്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റെക്സിന്റെ അതായത് ഈ റബ്ബർ ഷീറ്റുകൾ വിറ്റ് കിട്ടുന്ന ടോട്ടൽ വരുമാനത്തിന്റെ 65% അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി വരുന്ന 35% നോൺ അഗ്രികൾച്ചറൽ ഇൻകവുമാണ്. ഓക്കെ, ഇപ്പോ അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻ കേസ് നമ്മളിപ്പോ ഈ റബ്ബറിലെ ചില മരങ്ങളൊക്കെ ചിലപ്പോൾ നശിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡെഡ് പ്ലാന്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഡെഡ് പ്ലാന്റ് ഇങ്ങനത്തെ കേസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ചെലവാക്കുന്ന ക്യാഷ് അല്ലെ, അതിനു വേണ്ടി ചെലവാക്കുന്ന ക്യാഷ്, അപ്പോ അതെന്താണ്, കോസ്റ്റ് ആയിട്ട് നമ്മൾ അത് കുറക്കണം, കോസ്റ്റ് ആക്കിയിട്ട് കുറക്കണം. അതേപോലെ തന്നെ ഈ റബ്ബർ ബോർഡിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ, അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കുറക്കാവുന്നതാണ്. ദെൻ റബ്ബർ ബോർഡിൽ നിന്ന് സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കുറക്കാവുന്നതാണ്. ദെൻ അടുത്തത് നോക്കൂ, മാനുഫാക്ചറിങ് ഓഫ് കോഫി അല്ലെ. ഈ കോഫിയുടെ കേസില് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, 2 ഭാഗങ്ങളാക്കുന്നുണ്ട് ഈ കോഫിയുടെ കേസിൽ. ഇവിടെ കോഫിയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഫി അതായത് കാപ്പി കൃഷി ചെയ്തു അല്ലെ, കാപ്പി കൃഷി ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കാപ്പിക്കുരു അല്ലെ, കാപ്പിക്കുരു എടുത്തിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ക്യൂറിങ് ചെയ്തു അല്ലെ, അതായത് അതിന്റെ കറകളൊക്കെ കളഞ്ഞ് അതൊന്ന് ഉണക്കിയിട്ട് നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതെന്താ, അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ്, 75% അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി വരുന്ന 25% നോൺ അഗ്രികൾച്ചറൽ ഇൻകവുമാണ്. ഇനി അതുപോലെ തന്നെ ഈ കാപ്പിക്കുരുവിനെ ജസ്റ്റ് ക്യൂറിങ്, അതായത് ഉണക്ക മാത്രമല്ല ചെയ്തത്, അതെന്ത് ചെയ്തു, ഫർദർ പ്രോസസ്സിംഗും കൂടെ നടത്തി. അതായത് അതിനെന്ത് ചെയ്തു, അതിനെ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഉണക്കി റോസ്റ്റ് ചെയ്തു, അത് പൊടിച്ച് അതിന് കുറച്ച് ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കോഫി പൗഡറുകളായിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ഇപ്പൊ ജസ്റ്റ് ക്യൂറിങ് ചെയ്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ ഇൻകത്തിന്റെ 75% അഗ്രികൾച്ചറൽ ഇൻകവും 25% നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റോസ്റ്റ് ചെയ്തു, അത് ഗ്രൈൻഡ് ചെയ്തു, ദെൻ അതിൽ കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കോഫി പൗഡറുകളായിട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ പെർസെന്റേജ് മാറും. എങ്ങനെയായിരിക്കും, 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ആവും. അപ്പൊ നിങ്ങൾ ആ ഒരു പെർസെന്റേജിന്റെ കണക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ടാവും അല്ലെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസുകൾ തരും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഏതാണ് ടാക്സബിൾ ഇൻകം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ കോഫിയുടെ കേസിൽ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തു ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 40% മാത്രമേ ടാക്സബിൾ ഇൻകം ആവുള്ളൂ. ടീന്റെ കേസിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ തന്നെയാണ്, ടീന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ടീ പൗഡറുകളാക്കി മാനുഫാക്ചറിങ് നടത്തി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 40% മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ ആ പെർസെന്റേജ് കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക, ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ദി നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ എന്താണ് ഈ ഇന്റഗ്രേഷൻ? നമുക്കറിയാം സാധാരണ കേസിൽ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന് എന്തില്ല, ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകവും മറ്റ് ബിസിനസ് ഇൻകവും, മറ്റു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ, മറ്റു ഹൗസ് പ്രോപ്പർട്ടി, അതായത് മറ്റു നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട്, അതായത് നോൺ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ അഗ്രികൾച്ചറൽ ഇൻകവും ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ സാധാരണ അഗ്രികൾച്ചറൽ ഇൻകത്തിന് നേരിട്ട് ടാക്സ് ചെയ്യില്ല,
പക്ഷേ അതിന്റെ ടാക്സ് സ്ലാബ് റേറ്റ് ഉയർത്താൻ കഴിയും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നമ്മൾ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ agricultural income is added in his total income of computation of income tax on non-agricultural income. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ടിലി ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ അസസി 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഏതൊക്കെയാണത് നോക്കൂ, 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ₹5,000. ഇയാളുടെ ആദ്യം ഇയാൾക്ക് ഇങ്ങനെ ഇന്റഗ്രേഷൻ നടത്തണമെങ്കിൽ ആദ്യം ഇയാൾക്ക് 2 ടൈപ്സ് ഓഫ് ഇൻകവും ഇയാൾക്ക് വേണം അല്ലെ? അഗ്രികൾച്ചറൽ ഇൻകവും വേണം, നോൺ അഗ്രികൾച്ചറൽ ഇൻകവും വേണം. അപ്പൊ ഈ അഗ്രികൾച്ചറൽ ഇൻകം 5,000-ന് മുകളിൽ ഉണ്ടായിരിക്കണം. 5,000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്റഗ്രേഷന്റെ ആവശ്യം വരുന്നില്ല അല്ലെ? അപ്പൊ ഇവിടെ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ₹5,000, 5,000-ന് മുകളിൽ ഉണ്ടായിരിക്കണം. Then non-agricultural income of the assessee exceed the exemption limit of, അല്ലെ? നമുക്കറിയാം ഒരു വ്യക്തിക്ക് അല്ലെ, അല്ലെങ്കിൽ വ്യക്തി, HUF, അതുപോലെ തന്നെ നമ്മുടെ അതർ പേഴ്സൺസിനൊക്കെ ഒരു എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അതായത് ഇത്ര വരെ ടാക്സ് അടക്കേണ്ടതില്ല, അതിനേക്കാളും കവിയുമ്പോഴാണ് ടാക്സ് അടക്കേണ്ടത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് അയാളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 ആണ്. ഇപ്പൊ ഒരാളുടെ ഇൻകം 2,50,000 ആണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല? അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് 2,50,000-നേക്കാളും മുകളിൽ ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റഗ്രേഷൻ, ഈ പാർഷ്യൽ ഇന്റഗ്രേഷൻ അപ്ലിക്കബിൾ ആവുന്നത് ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽ, HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇത്രയും ആൾക്കാർക്ക് മാത്രമേ പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ കമ്പനികൾക്കും അതേപോലെ തന്നെ ഫേമിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി ഇവിടുത്തെ നമ്മൾ എക്സംഷൻ ലിമിറ്റിന്റെ കേസ് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു വ്യക്തി അയാളുടെ വയസ്സ് 60 വയസ്സിനേക്കാളും താഴെയാണെങ്കിൽ അയാളുടെ മാക്സിമം ടാക്സ് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 ആണ്. ഓക്കെ, അപ്പോ ഒരു വ്യക്തിയുടെ വയസ്സ് 60 വയസ്സിന് മുകളിലും 80 വയസ്സിന് ഇടയിലുമാണെങ്കിൽ അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് 3 lakh ആണ്. ഇനി ഒരു വ്യക്തിയുടെ വയസ്സ് 80 വയസ്സിന് മുകളിലാണെങ്കിൽ അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പൊ 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയുടെ ഇൻകം 5 ലക്ഷം ആണെങ്കിൽ അയാൾക്ക് ടാക്സ് കൊടുക്കണ്ട. നേരെ മറിച്ച് ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയുടെ ഇൻകം ഒരു 6 lakh ആണെന്ന് വിചാരിച്ചോ. അപ്പോ ഈ 6 lakhൽ നിന്ന് 5 ലക്ഷം വരെ അയാൾക്ക് ടാക്സ് കൊടുക്കണ്ട. ബാക്കി 1 ലക്ഷത്തിന്റെ മുകളിൽ അയാൾക്ക് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ നോക്കൂ, ഈ കണ്ടീഷൻ എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപക്ക് മുകളിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എക്സംഷൻ ലിമിറ്റിനേക്കാളും കൂടണം അല്ലെ? 60 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000 ആണ്. ഈ 2,50,000-നേക്കാളും നോൺ അഗ്രികൾച്ചറൽ ഇൻകം അയാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് ഈ പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് എന്ന് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് കാൽക്കുലേറ്റ് ടാക്സ് ഓൺ ദി അഗ്രിഗേറ്റ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഒരു 60,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട്
അല്ലെ? അപ്പൊ നമുക്കറിയാം ഫസ്റ്റത്തെ കണ്ടീഷൻ ഓക്കെയാണ്. എന്ത്? ഇയാൾക്ക് 5000-ന് മുകളിൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. ഇനി ഇയാളുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഈ ഒരു വ്യക്തി 60 വയസ്സിന് താഴെയാണ് എന്ന് വിചാരിക്കുക. അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000 ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ആദ്യം എന്ത് ചെയ്യാ? ഇത് രണ്ടും ഇപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജില് ഈ 60,000-ഉം 6 lakhs-ഉം ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 6,60,000 കിട്ടും അല്ലെ? 6,60,000 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഈ 6,60,000-ന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പില് അഗ്രികൾച്ചറൽ ഇൻകവും ഈ വ്യക്തിയുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റും തമ്മിൽ കൂട്ടുക. അതായത് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളില് 60,000 രൂപയാണ് അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സാമ്പിൾ സഹിതം ഈ വ്യക്തിയുടെ വയസ്സ് 60 വയസ്സിന് താഴെയാണ്. അപ്പൊ അയാളുടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000 ആണ് അല്ലെ? അപ്പൊ മൊത്തം ഇയാളുടെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകവും മാക്സിമം എക്സംഷൻ ലിമിറ്റും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? 3,10,000 വരും അല്ലെ? 3,10,000 വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോ ഇവിടെ ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒരു 5,000 രൂപ കിട്ടി ഫസ്റ്റത്തെ സ്റ്റേജില് അല്ലെ? അതായത് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കൂട്ടി അതിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്കൊരു 5,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ ഇൻകവും എക്സംഷൻ ലിമിറ്റും കൂടെ നമുക്ക് കൂട്ടി അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒരു 3,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി തേർഡ് സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന്, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള 5,000 അല്ലെ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 5,000. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് എത്രയാണ്? 3,000 അല്ലെ? ഓക്കെ, അപ്പോ ഈ 5,000-ൽ നിന്ന് ഈ 3,000 മൈനസ് ചെയ്യാം. ബാക്കി നമുക്ക് എത്ര ഉണ്ടായിരിക്കും? ബാക്കി 2,000 രൂപ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇതാണ് നമ്മളെ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ. കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തിക്ക്, അതായത് ഒരു അസസിക്ക് അയാൾക്ക് ആക്സിഡന്റലി അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അയാൾക്ക് വല്ല ഇൻകവും കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കാഷ്വൽ ഇൻകം എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ബെറ്റിംഗ്, എന്തെങ്കിലും ബെറ്റ് വെച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇൻകം ഫ്രം ലോട്ടറി അടിച്ചിട്ട് അയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്ലേ കാർഡ് കളിച്ചിട്ട്, അല്ലെങ്കിൽ ഹോഴ്സ് റേസിംഗ് അല്ലെ, കുതിരയോട്ടം അല്ലെ, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ് തുടങ്ങിയിട്ടുള്ളവയിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്? ഇത് അയാൾക്കൊരു സോഴ്സോ ഒരു റെഗുലർ സോഴ്സോ ഡെഫിനിറ്റ് സോഴ്സോ ഒന്നും ഇല്ലാത്തൊരു ഇൻകം ആണ് അല്ലെ? അതായത് അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അയാൾക്കൊരു ഇൻകം കിട്ടുകയാണ്. ഇനിയിപ്പോ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഒരു TV റിയാലിറ്റി ഷോ മത്സരത്തിൽ പങ്കെടുത്തിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാഷ്വൽ ഇൻകം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ കാഷ്വൽ ഇൻകം 10,000 വരെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. എബോട്ട് 10,000-നേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ്? ഇത് ടാക്സബിൾ ആവും. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിങ്ങിന്റെ അണ്ടറിൽ ഇത് ടാക്സബിൾ ആണ്. ഈ കാഷ്വൽ ഇൻകം സാധാരണ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിന്റെ താഴെ ആയിട്ടാണ് വരുന്നത്. അപ്പോ അതിന്റെ അണ്ടറിൽ ഈ 10,000 എബോ കാഷ്വൽ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പൊ സാധാരണ ഈ കാഷ്വൽ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്, 30%. ഇനി നമ്മളിപ്പോ ഈ കാഷ്വൽ ഇൻകത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു TV ഷോ റിയാലിറ്റി ഷോ പങ്കെടുക്കാൻ പോയി, നമ്മൾ അതിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു, നമുക്ക് എന്ത് കിട്ടി? ഒരു ഇൻകം കിട്ടി അല്ലെ? ആ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ ഇപ്പൊ ഈ TV ഷോയിൽ പോവാൻ ഇയാൾക്ക് വന്ന ചെലവുകൾ അതെന്ത് ചെയ്യാൻ പാടില്ല?
ഈ കിട്ടിയ വരുമാനത്തിൽ നിന്ന് കുറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഈ കാഷ്വൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി വന്നിട്ട് മീൻസ് കാഷ്വൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ള എക്സ്പെൻസുകൾ ഈ ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാഷ്വൽ ഇൻകം ഏൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വന്ന നഷ്ടങ്ങൾ, ചിലപ്പോൾ നമ്മൾ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, നമുക്കൊന്നും കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഇപ്പൊ ലോട്ടറി ഒക്കെ മീൻസ് നമ്മളിപ്പോ ഈ പ്ലേ കാർഡ് ഒക്കെ കളിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നഷ്ടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അസസിയുടെ മറ്റു ഇൻകത്തിന്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഗിഫ്റ്റ് കിട്ടില്ലേ, ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തരികയാണെങ്കിൽ ഇതെന്തല്ല, അല്ലെങ്കിൽ ഫാദർ സണ്ണിന് എന്തെങ്കിലും കൊടുക്കുകയാണ്, അപ്പൊ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും കാഷ്വൽ ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കാഷ്വൽ ഇൻകത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെ. നോക്കൂ, ഇവിടെ ആക്സിഡന്റലി നമ്മൾ എന്താണ്, ഇപ്പൊ നമുക്ക് വഴിയിൽ നിന്ന് നമുക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കാഷ്വൽ ഇൻകം ആണ് അല്ലെ. മണി അല്ലെങ്കിൽ പ്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് കാഷ്വൽ ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, നമ്മൾ ലോട്ടറി അടിച്ചു നമുക്ക്, അങ്ങനെയാണെങ്കിൽ അതും കാഷ്വൽ ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് വേർഡ് പസിൽസ്, അതുപോലെ തന്നെ കാർഡ് ഗെയിംസ്, ബെറ്റിംഗ് ഓർ ഗാംബ്ലിംഗ് അല്ലെ, ചൂതാട്ടം, ഇതൊക്കെ എന്താണ്, കാഷ്വൽ ഇൻകത്തിൽ പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ആർബിട്രേറ്റർ അല്ലെ, ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥനായി നിൽക്കുമ്പോൾ ചില തർക്കങ്ങൾ പരിഹരിച്ചത് കൊണ്ട് എന്ത് ചെയ്യും, ഈ മധ്യസ്ഥൻ എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടും, അതും എന്താണ്, കാഷ്വൽ ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണാതായി, ഇപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ കാണാതായ കുട്ടിയെ കണ്ടുപിടിച്ചതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും റിവാർഡുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കാഷ്വൽ ഇൻകം ആണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ഹോഴ്സ് റേസിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്വൽ ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും പ്രൈസ് അവാർഡുകൾ ഉണ്ടെങ്കിൽ അതും കാഷ്വൽ ഇൻകം ആണ്. അപ്പോ ഈ നമ്മളിപ്പോ അതായത് ഇപ്പൊ സാധാരണ നമ്മൾ കാഷ്വൽ ഇൻകം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത് ഏതൊക്കെയാണ്, വിന്നിങ് ഫ്രം ലോട്ടറി, അതേപോലെ തന്നെ വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസ്, അതുപോലെ തന്നെ ഹോഴ്സ് റേസസ് അല്ലെങ്കിൽ മറ്റു റേസസുകളൊക്കെ, പിന്നെ വിന്നിങ് ഫ്രം ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ് ഓഫ് എനി ഫ്രം ഓർ നേച്ചർ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് എന്ത്, കാഷ്വൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാഷ്വൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവര് ഡിവോഴ്സ് ചെയ്യാണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഹസ്ബൻഡ് ഈ വൈഫിന് ഒരു എഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും മെയിന്റനൻസ് അലവൻസസ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് കാഷ്വൽ ഇൻകത്തിൽ പെട്ടത് അല്ല. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ വിൽ നോട്ട് ബി കവേർഡ് ഇൻ കാഷ്വൽ ഇൻകം അല്ലെ, കാഷ്വൽ ഇൻകം അല്ല, പക്ഷെ അത് ടാക്സബിൾ ആണ് കേട്ടോ, പക്ഷെ കാഷ്വൽ ഇൻകത്തിന്റെ അണ്ടറിൽ വരുന്നതല്ല. Then capital gain or receipt accrued in business or profession. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാഷ്വൽ ഇൻകത്തിൽ വരുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു സാലറീഡ് പേഴ്സണ്, സാലറി വാങ്ങുന്ന ഒരാൾക്ക് ബോണസ്, ഗ്രാറ്റുവിറ്റി, പെർക്യുസൈറ്റ്സ് ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കാഷ്വൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കൂ, വളണ്ടറി പേയ്മെന്റ്സ് ആർ നോട്ട് കാഷ്വൽ ഇൻകം. അതായത് ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ സെർവന്റിന്, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിലെ വെയിറ്ററിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ അവർ ചെയ്ത സർവീസിന് പകരമായിട്ട് ഒരു എക്സസ് മണി അവർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മണി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതും കാഷ്വൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, ഒരു അസസിക്ക് ആക്സിഡന്റലി അതായത് അയാൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഈ കാഷ്വൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിന് താഴെയാണ് വരിക.
ഇതിന് 30% ടാക്സബിൾ ആണ് അല്ലെ. 30% റേറ്റ് ഓഫ് അതായത് 30% ടാക്സ് ഇതിന്റെ മുകളിൽ അടക്കേണ്ടി വരും. അപ്പൊ അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം ഏതൊക്കെയാണ് കാഷ്വൽ ഇൻകം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് കാഷ്വൽ ഇൻകം അല്ലാത്തത് ഏതാണെന്നും പറഞ്ഞു, കാഷ്വൽ ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ടത് ഏതാണെന്നും പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മളിവിടെ അടുത്തൊരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. അപ്പൊ നമ്മളിവിടെ ഒരു ഇൻകം ക്യാപിറ്റൽ ആണോ ആൻഡ് റവന്യൂ റെസിപ്റ്റ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻകം ആണോ റവന്യൂ നേച്ചറിലുള്ള ഇൻകം ആണോ എന്നൊക്കെ തിരിച്ചറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന്റെ ബേസിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റായി കിട്ടുന്ന ഇൻകത്തിന് എന്ത് കൊടുക്കാറില്ല? ടാക്സ് കൊടുക്കാറില്ല. റവന്യൂ നേച്ചറിലുള്ള ഇൻകത്തിന് മാത്രമേ ടാക്സ് നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പൊ ഓക്കെ, നമുക്ക് അറിയണം അപ്പോ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് അത് അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ അത് ക്യാപിറ്റൽ നേച്ചർ ആണോ ആൻഡ് റവന്യൂ നേച്ചർ ആണോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് അതിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിയണം വാട്ട് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിയേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് എന്താണ് എന്നുള്ളത്. നോക്കാം നമുക്ക്. ക്യാപിറ്റൽ റെസിപ്റ്റ് നോക്കൂ, ഇവിടെ മണി റിസീവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓർ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെ. അതായത് ഇപ്പോ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് അല്ലെ, വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ അസറ്റ്? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ് അല്ലെ. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഓർ മെഷീനറി ഇതിൽ ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം അതിന് നമ്മൾ ഏത് നേച്ചറിലുള്ള ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം? അതൊരു ക്യാപിറ്റൽ നേച്ചറിലുള്ള ഇൻകം ആണ്. ഓക്കെ, അപ്പോ ഫിക്സഡ് സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അല്ലെ, ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് നേച്ചർ ഉള്ളതാണ്? ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലെ. നോക്കൂ, ഇവിടെ നോൺ റിക്കറിംഗ് ആണ് അല്ലെ. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്? ഒരു നോൺ റിക്കറിംഗ് നേച്ചർ ഉള്ള ഒരു റെസിപ്റ്റ് ആണ്. ഇത് എവിടെയാണ് നമ്മൾ കാണിക്കുക? ആൻഡ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ഫിക്സ്ഡ് അസറ്റുകൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. ഓക്കെ, ദെൻ നോക്കൂ റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മണി ഏൺഡ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെ. അതായത് ഇപ്പോ ഒരു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്? ദാറ്റ് മീൻസ് അവരുടെ ഗുഡ്സ് അല്ലെ, ഗുഡ്സ് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഏർണിങ്സ് അല്ലെ. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സോ സർവീസോ അവർ വിൽക്കുന്നു, അതിൽ നിന്ന് അവർക്ക് ഏർണിങ്സ് കിട്ടുന്നു അല്ലെ. അപ്പൊ ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ അത് നോർമൽ ആണ്. എപ്പോഴും അവരെന്താ ചെയ്യുന്നത്? ഗുഡ്സ് വിൽക്കുന്നു അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്നു, അതിൽ നിന്നാണ് അവർ എന്ത് ഏൺ ചെയ്യുന്നത്? ഇൻകം ഏൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അത് ഒരു റവന്യൂ റെസിപ്റ്റ് ആണെന്ന് പറയാം അല്ലെ. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഗുഡ്സ് വിറ്റു, അതായത് ബിസിനസ് അവരുടെ വിൽക്കാനുള്ള ഗുഡ്സ് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു റിക്കറിംഗ് നേച്ചർ ആണ്. റവന്യൂ റെസിപ്റ്റിന് ഒരു റിക്കറിംഗ് നേച്ചർ ആണ്. ഇത് നമ്മൾ എവിടെയാ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കാറുള്ളത് അല്ലെ. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് തലം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം. അത് എപ്പോഴും നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് വിൽക്കുമോ? ഇല്ല. എപ്പോഴെങ്കിലും ബിസിനസ് അതിന്റെ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള ഇൻകം ആണ്. ദെൻ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസ് അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിലൂടെ അവർക്ക് കിട്ടുന്ന ഏർണിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താണ്? നേച്ചർ ഓഫ് റെസിപ്റ്റ്സ് അല്ലെ. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല് എങ്ങനെ നമുക്ക് ഒരു റവന്യൂ റെസിപ്റ്റിനെയും അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റിനെയും തിരിച്ചറിയാം. അതിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ദെൻ നോക്കൂ, ഫസ്റ്റ് വൺ ഡിസ്പോസൽ ഓഫ് അസറ്റ് അല്ലെ. ഡിസ്പോസൽ ഓഫ് അസറ്റ് എന്താ അവിടെ പറയുന്നത്? അസറ്റ് വിൽക്കുകയാണ്. എങ്ങനെയുള്ള അസറ്റ് ആണ്?
സെല്ലിംഗ് സർക്കുലേറ്റിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെ. അതായത് നമ്മൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ, എന്താണ്, അതായത് ഒരു ബിസിനസ് അവരുടെ ഗുഡ്സ് വിൽക്കാനുള്ള ഉദ്ദേശത്തിൽ അവരുടെ ബിസിനസ്സിൽ വെക്കുകയും പിന്നീട് അത് എന്ത് ചെയ്യുന്നു, വിൽക്കുകയും ചെയ്യുന്നു അല്ലെ. അതാണ് അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗുഡ്സ് ബിസിനസ് വാങ്ങുന്നു, പിന്നീട് അത് എന്ത് ചെയ്യുന്നു, വിൽക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് സെല്ലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഗുഡ്സ് വാങ്ങുന്നു, എന്നിട്ട് അത് വിൽക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് എന്താണ്, അത് റവന്യൂ നേച്ചർ ആണ്. ഓക്കെ, ദെൻ നോക്കൂ ഇവിടെ. അപ്പൊ ഡിസ്പോസൽ ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് ഇൻ ട്രേഡ്, വിൽപ്പനക്കായുള്ള സാധനങ്ങൾ അല്ലെ, അതിന്റെ സർക്കുലേഷൻ അല്ലെ. അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ബിസിനസ് വാങ്ങുന്നു, എന്നിട്ട് അത് വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് എന്താണ്, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിലൂടെ അവർക്ക് കിട്ടുന്ന ഏർണിങ്സ് ആണ് എന്ത്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നോക്കൂ അടുത്തത്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെല്ലിംഗ് എ ക്യാപിറ്റൽ അസറ്റ് അല്ലെ. അതായത് ഇപ്പോ ഒരാൾ എന്ത് കിട്ടുകയാണ്, ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റിട്ട് ഒരു ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം അല്ലെ. അപ്പൊ അത് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് സർക്കുലേറ്റിംഗ് സ്റ്റോക്ക് വിറ്റിട്ട് ഒരു ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്, അത് റവന്യൂ ആണ്. ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റിട്ട് ഒരു ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ദെൻ അടുത്ത് നോക്കൂ, സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. അതായത് രണ്ടാമത്തെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഒരാൾ കോമ്പൻസേഷൻ ഫോർ ദി ലോസ് ഓഫ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ സോഴ്സ് നഷ്ടപ്പെട്ടു. അതായത് ഇവിടെ ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ സോഴ്സ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഒരു ബിസിനസ് അവരുടെ മറ്റൊരു ബിസിനസ്സുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ആ ഒരു കോൺട്രാക്ട് ബിസിനസ് എന്ത് ചെയ്തു, ലംഘിച്ചു, ബ്രീച്ച് ചെയ്തു. അപ്പൊ അവിടെ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട മറ്റൊരു ബിസിനസ്സിന് എന്ത് ചെയ്തു, അവരുടെ സോഴ്സ് ആണ് നഷ്ടപ്പെട്ടത്. ഇൻകം വരാനുള്ള ഒരു സോഴ്സ് ആണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ ആ കോൺട്രാക്ട് ലംഘിച്ചതിന്റെ ഫലമായിട്ട് ഈ ബിസിനസ് എന്ത് ചെയ്തു, ഒരു കോമ്പൻസേഷൻ ആയിട്ട് ആ ഒരു ഏജൻസി ബിസിനസ്സിന് കുറച്ച് ഫണ്ട് കൊടുക്കുന്നു, കുറച്ച് ഇൻകം അല്ലെങ്കിൽ കുറച്ച് മണി കൊടുക്കുന്നു അല്ലെ. അതായത് ഇവിടെ എ ആൻഡ് ബി രണ്ട് ബിസിനസ് ഉണ്ടെങ്കിൽ എ എന്ത് ചെയ്യുന്നു, ഒരു ബി എന്ന ബിസിനസ്സുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും അവരുടെ ഒരു ഏജൻസി പോലെ അവരുടെ സർവീസസ് ഈ എ എന്ന് പറഞ്ഞ ബിസിനസ് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യാണ്, എ എന്ന് പറഞ്ഞ ബിസിനസ് എന്ത് ചെയ്യുന്നു, ബിയുമായിട്ടുള്ള കോൺട്രാക്ട് ലംഘിക്കുന്നു. അപ്പൊ എന്ത് പറ്റി, ഇവിടെ ബിയുടെ സോഴ്സ് ഓഫ് ഇൻകം നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ അങ്ങനെ ആ കോൺട്രാക്ട് ലംഘിച്ചതിന്റെ ഫലമായി എ ബിസിനസ് എന്ത് ചെയ്യുന്നു, കുറച്ച് കോമ്പൻസേഷൻ ബിക്ക് കൊടുക്കുന്നു. അപ്പൊ ബിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ സോഴ്സ്, ഇൻകം വരാനുള്ള സോഴ്സ് നഷ്ടപ്പെട്ടതിന് കിട്ടിയിട്ടുള്ള റെസിപ്റ്റ് ആണ്. അപ്പൊ അതെന്താണ്, ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സോഴ്സ് ഓഫ് ഇൻകം വരാനുള്ള സോഴ്സ് നഷ്ടപ്പെട്ടതിന് കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ദെൻ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇൻകം ഇറ്റ്സെൽഫ്, സോഴ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കമ്പനി എന്ത് ചെയ്യാണ്, ഒരു 6 മാസത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 6 മാസത്തേക്ക് ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നിർത്തിവെക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ സോഴ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ആ 6 മാസത്തേക്ക് ഇടപാടുകൾ നിർത്തുന്നതിന്റെ ഫലമായിട്ട് എ കമ്പനി ബിക്ക് എന്ത് ചെയ്യുന്നു, ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നു. അപ്പൊ അവിടെ ഇൻകം മാത്രമേ നഷ്ടപ്പെടുന്നു. അതായത് ഒരു 6 മാസത്തേക്കുള്ള ഇൻകം മാത്രമേ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിന് പകരമായിട്ട് എ കമ്പനി ബി കമ്പനിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, കോമ്പൻസേഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു സോഴ്സ് ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ, ഇൻകത്തിന്റെ സോഴ്സ് ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റും, ഇൻകം ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് റവന്യൂ, അതായത് ഇൻകം നഷ്ടപ്പെടുന്നതിന് കിട്ടുന്ന കോമ്പൻസേഷൻ അല്ലെ. അതായത് മറ്റതെങ്ങനെയായിരുന്നു, ഒരു ഇൻകത്തിന്റെ സോഴ്സ് നഷ്ടപ്പെട്ടതിന് കിട്ടുന്ന കോമ്പൻസേഷൻ അത് ക്യാപിറ്റൽ റെസിപ്റ്റും, ഇവിടെ ഇൻകം നഷ്ടപ്പെടുന്നതിന് കിട്ടുന്ന കോമ്പൻസേഷൻ ഇത് റവന്യൂ റെസിപ്റ്റും ആണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. ദെൻ അടുത്തത്
മോട്ടീവ് ഓഫ് ട്രാൻസാക്ഷൻ. ഇപ്പൊ ഇവിടെ ഒരു ഗുഡ്സ് വാങ്ങി, അതായത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു ഗുഡ്സ് വാങ്ങി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, അങ്ങനെ ഒരാൾ ഗുഡ്സ് വാങ്ങുന്നു. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു ഗുഡ്സ് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങുന്നു. അത് എന്താണ്, അത് ഇതൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അയാൾ ആ ഒരു അസറ്റ് വാങ്ങുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, ആ അസറ്റ് അയാൾ വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് എന്താണ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ മോട്ടീവ് എന്താണെന്ന് നോക്കണം. ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു അസറ്റ് വാങ്ങുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ആ അസറ്റ് വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നേരെ മറിച്ച് വേറൊരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല അയാൾ അത് വാങ്ങുന്നത്, അയാൾക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വിറ്റിട്ട് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. ഇപ്പൊ ഞാനൊരു ഭൂമി വാങ്ങി, ഞാനത് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലാൻഡ് ഞാൻ വാങ്ങുന്നു. എന്റെ ഉദ്ദേശം എന്താണ്, ഈ ലാൻഡ് വാങ്ങുക, പിന്നെ അത് മറിച്ച് വിൽക്കണം, അതാണ് എന്റെ ഉദ്ദേശമെങ്കിൽ അതെന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ മോട്ടീവ് എന്താണോ അതിന്റെ ബേസിൽ നമുക്ക് എന്ത് തരംതിരിക്കാം, ഇത് റവന്യൂ റെസിപ്റ്റ് ആണോ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ എന്ന് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കൂ, സറണ്ടർ റൈറ്റ് അല്ലെ, അതായത് മണി റിസീവ്ഡ് ഫോർ ഗിവിംഗ് അപ്പ് ഓർ സറണ്ടറിങ് റൈറ്റ് അണ്ടർ എഗ്രിമെന്റ്. ഇപ്പോൾ ഒരു എഗ്രിമെന്റിലെ ചില റൈറ്റ്സ് വിട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാണ്, അതിനൊരു കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ തുക എന്താണ്, അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റ് ആണ്. ഓക്കെ, നേരെ മറിച്ച് കോമ്പൻസേഷൻ ഫോർ ദി ലോസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഇപ്പോൾ ഫ്യൂച്ചർ പ്രോഫിറ്റിലെ, അതായത് ഭാവിയിലുള്ള ഒരു പ്രോഫിറ്റിന്റെ അത് കിട്ടുന്ന ആ ഒരു ഇൻകം നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഭാവിയിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു ലാഭം നഷ്ടപ്പെടുന്നതിനുള്ള ഒരു കോമ്പൻസേഷൻ ഒരു വ്യക്തിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇപ്പൊ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു കമ്പനി അത് ബ്രീച്ച് ചെയ്യാൻ എഗ്രിമെന്റ് റദ്ദാക്കുകയാണെങ്കിൽ, അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, ഭാവിയിൽ വരാനുള്ള ഒരു ഫ്യൂച്ചർ പ്രോഫിറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ഗൈഡ് ലൈൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഇൻകത്തിനെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റു കുറച്ച് അതർ ഗൈഡ് ലൈൻസും കൂടി നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, ഇവിടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഗുഡ്സ് അതൊരു റവന്യൂ നേച്ചർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് അതിന്റെ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം അതൊരു റവന്യൂ നേച്ചർ ഉള്ളതാണോ, അതായത് റവന്യൂ റെസിപ്റ്റിന്റെ സ്വഭാവങ്ങൾ ആ ഇൻകം കാണിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ് എന്ന് വിളിക്കാം. നേരെ മറിച്ച് അത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഇൻകം അത് ക്യാപിറ്റൽ ഇൻകത്തിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ സ്വഭാവമാണോ കാണിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എന്ന് വിളിക്കാം. നമുക്കറിയാം ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. റവന്യൂ റെസിപ്റ്റിന്റെ കേസിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റുകൾ വിറ്റ് നമുക്ക് അതിന്റെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ടാക്സ് അടക്കേണ്ടി വരും. അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു റെസിപ്റ്റിന്റെ സ്വഭാവം റവന്യൂ നേച്ചറുമായി അല്ലെങ്കിൽ റവന്യൂവിന്റെ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റും,
ആൻഡ് ക്യാപിറ്റൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടും കണക്കാക്കാം. ദെൻ അടുത്തത് നോക്കൂ, ഡിസിസീവ് അല്ലേ, ഡിസിസീവ് അതായത് നോൺ ന്യൂക്ലിയർ നോട്ട് ഡിസിസീവ് അല്ലേ, അതായത് ഇപ്പോൾ അതിൻ്റെ പേര് നോക്കിയിട്ട് അല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്ത്, ആ ഒരു എഗ്രിമെന്റ് വെച്ചു, ആ ഒരു എഗ്രിമെന്റിൽ ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളെപ്പോഴും അതായത് നമ്മളൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ അത് നമ്മൾ അതിൻ്റെ പേര് നോക്കിയിട്ട് അത് നമുക്ക് അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയാണ് അത് നിർണ്ണയിക്കുക? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ നോക്കിയിട്ടാണ് ഒരു റെസിപ്റ്റ് ക്യാപിറ്റൽ ആണോ അതേപോലെ തന്നെ ഒരു റെസിപ്റ്റ് റവന്യൂ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക അല്ലേ. അതായത് ഇപ്പോൾ വെറുതെ ഒരാൾ എന്ത് ചെയ്യാണ്, ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി വെച്ചു, അത് എഴുതി വെച്ചത് എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു റവന്യൂവിനെ അത് ക്യാപിറ്റൽ നേച്ചർ ആണോ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റിനെ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് നമുക്ക് തരംതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ അതിൻ്റെ നേച്ചർ എന്താണോ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും തരംതിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നോക്കൂ, നേച്ചർ ഓഫ് റെസിപ്റ്റ് ദി ഹാൻഡ്, അതായത് റെസിപ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് റിസീവർ. അപ്പോൾ ഒരാളുടെ കയ്യിൽ എങ്ങനെ ആ ഒരു ഇൻകം കിട്ടുന്നു, ആ റെസിപ്റ്റ് കിട്ടുന്നു, അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റവന്യൂ ഓർ ക്യാപിറ്റൽ എന്ന് തരംതിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു റെസിപ്റ്റ് ഈ റിസീവറിൻ്റെ കയ്യിൽ എങ്ങനെയാണോ കിട്ടുന്നത്, അതൊരു ക്യാപിറ്റൽ ആയിട്ടുള്ള റവന്യൂ ആയിട്ടാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള റെസിപ്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്, റവന്യൂ ആയിട്ടാണോ കിട്ടുന്നത്, അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് സെയിം കാര്യം തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റവന്യൂ റെസിപ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കാം അല്ലേ. ഇപ്പം ഇവിടെ നോക്കൂ, ഈ ഒരു മെഷീൻ വിൽക്കുന്ന ഒരാൾ അല്ലേ, ഒരു മെഷീനറി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് മാന്, അയാളുടെ മെഷീനറി എന്ത് ചെയ്യാണ്, വേറൊരു ബിസിനസ്സിന് വിറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മെഷീൻ വാങ്ങിയിട്ടുള്ള ആ ബിസിനസ് അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫിക്സ്ഡ് അസറ്റാണ് അയാൾ വാങ്ങിയിട്ടുള്ളത്. പിന്നീട് ഇനി ആ മെഷീൻ അയാൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നേരെ മറിച്ച് ഈ മെഷീനുകൾ വിൽക്കുന്ന ആ കമ്പനി അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാളുടെ മെയിൻ ഇൻകം നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മെഷീൻ വിൽക്കുക എന്നുള്ളതാണ്. അയാൾ അതിൽ നിന്നാണ് അയാളുടെ ബിസിനസ് നടത്തുന്നത്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ ഗുഡ്സ് ആണ് അല്ലേ. അപ്പം അയാളത് വിൽക്കുകയാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് ആ റെസിപ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ നേച്ചർ റവന്യൂ ആണോ അതേ ക്യാപിറ്റൽ ആണോ എന്ന് നമ്മൾ തരംതിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ദെൻ കമ്പനി ലോ ഇറലവൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നേച്ചർ അണ്ടർ കമ്പനി ലോ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ കമ്പനി ലോ പ്രകാരമുള്ള ക്യാരക്ടർ ടാക്സ് അസസ് ചെയ്യുമ്പോൾ അത് പരിഗണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി ലോ അനുസരിച്ച് ഒരു റെസിപ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിലും ഇൻകം ടാക്സ് പ്രകാരം അത് റവന്യൂ റെസിപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനി ലോ എന്തു പറയുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ടാക്സ് അതോറിറ്റി പറയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ ഒരു റെസിപ്റ്റ് റവന്യൂ റെസിപ്റ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ലാക്ക് ഓഫ് അസസ്മെന്റ് ഏർലിയർ ഇയേഴ്സ് ഇമ്മെറ്റീരിയൽ. അതായത് ഇവിടെ മുൻ വർഷങ്ങളിലെ ഒരു അസറ്റിന്റെ മുകളിൽ ടാക്സ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനമല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് മുൻ വർഷങ്ങളിലെ ഒരു റെസിപ്റ്റിന്റെ മുകളിൽ ഇൻകം ടാക്സ് ആക്ട് ടാക്സ് ചുമത്തിയിട്ടില്ല എന്ന് വെച്ചോളൂ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ ഈ വർഷങ്ങളിൽ എന്ത് ചെയ്യാണ്, ഈ വർഷത്തെ എന്താണ് ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ഓഫീസർക്ക് തോന്നുകയാണ് ഇത് റവന്യൂ റെസിപ്റ്റ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് അതിൻ്റെ മുകളിൽ ടാക്സ്
ചുമത്താവുന്നതാണ് അല്ലെ. അതായത് പ്രീവിയസ് നോൺ അസസ്മെന്റ്, അതായത് പ്രീവിയസ് ഇയറിൽ അസസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റെസിപ്റ്റിന്റെ സ്വഭാവം മാറുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കൂ. ഇൻകം ഫ്രം കൺസ്യൂമബിൾ അസറ്റ് അല്ലെ, കൺസ്യൂമബിൾ അസറ്റ്. ഇപ്പൊ ഈ ഉപയോഗിച്ച് തീരുന്ന ചില അസറ്റുകളിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടായിരിക്കില്ലേ. അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ തീരും. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളിപ്പോ പറയില്ല മൈന് അല്ലെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നാച്ചുറൽ റിസോഴ്സസ് എടുക്കും തോറും അതിൽ നിന്ന് കുറവ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓയിൽ വെല്ല് അല്ലെ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ്, അത് എടുക്കും തോറും അതിൽ നിന്ന് കുറവ് വരുന്നുണ്ട്. ഇപ്പോ ഇവിടെ ഈ കൺസ്യൂമബിൾ അസറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ആയിരിക്കും. ആ അസറ്റ് എന്ന് പറയുന്നത് അതിപ്പോ മൈൻ അല്ലെങ്കിൽ ഓയിൽ വെൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പെട്രോൾ എടുക്കുന്നു, പെട്രോൾ എടുത്തിട്ട് നമ്മൾ അത് വിൽക്കുന്നു, അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇൻകം എന്താണ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. പക്ഷെ പെട്രോൾ എടുക്കുന്നത് നമ്മൾ മൈനിങ് നടത്തിയിട്ടാണ്. അപ്പൊ ആ ഖനി എന്ന് പറയുന്ന ആ സംഭവം എന്താണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, പെട്രോൾ. ആ പെട്രോൾ നമ്മൾ വിൽക്കുന്നു, അങ്ങനെ കിട്ടുന്ന ഇൻകം എന്തായിരിക്കും, റവന്യൂ റെസിപ്റ്റ് ആയിരിക്കും. ദെൻ അടുത്തത് നോക്കൂ, എക്സ്ചേഞ്ച് റേറ്റ് ഗെയിൻ അല്ലെ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് അല്ലെ. ഇപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ എന്ത് ചെയ്യുന്നു, ഈ കറൻസിയുടെ വിലയിൽ മൂല്യ എക്സ്ചേഞ്ച് വാല്യൂവിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ലഭിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഞാനൊരു കറൻസി വാങ്ങി, പിന്നീട് ഞാനത് എന്ത് ചെയ്യുന്നു, വിറ്റപ്പോ എനിക്ക് അത് ഇന്ന് വാങ്ങിയതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടി. അതായത് അത് എന്തുകൊണ്ടാണ് ലാഭം കിട്ടിയത്, അതിന്റെ എക്സ്ചേഞ്ച് റേറ്റിൽ വന്നിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് മൂലം. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്നാൽ ഇപ്പൊ ഇവിടെ അതായത് നമ്മളിപ്പോ ഈ ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഈ നാണയ മാറ്റ വ്യത്യാസം മൂലം നമുക്ക് ലഭിക്കുന്ന ഈ അധിക ലാഭം എന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. അത് എന്താണ്, നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. നേരെ മറിച്ച് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഉയർന്നത് കൊണ്ടാണ് ലാഭം കിട്ടുന്നതെങ്കിൽ അപ്പോൾ അതെന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, പെർപെച്വൽ ആന്വിറ്റി. പെർപെച്വൽ ആന്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ക്യാപിറ്റൽ അസറ്റിന് പകരമായിട്ട് നമ്മളൊരു ആന്വിറ്റി ആയിട്ട് ഓരോ ഇയറും ഇങ്ങനെ ആന്വിറ്റി നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ വിറ്റു, ഒരു ലാൻഡ് ഞാൻ വിറ്റു. അപ്പൊ ഈ വിൽക്കുമ്പോൾ അത് വാങ്ങിയിട്ടുള്ള ആൾ എന്ത് ചെയ്യാണ്, എന്നോട് പറയാണ്, ഈ ലാൻഡ് തന്നതിനു പകരമായിട്ട് നിങ്ങൾക്ക് ഓരോ വർഷവും ഞാനൊരു ആന്വിറ്റി എമൗണ്ട് ആയിട്ട് ഇത്ര എമൗണ്ട് തരാം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. നേരെ മറിച്ച് ഞാൻ ഒരു അസറ്റ് വിറ്റു, ആ അസറ്റിന് പകരമായിട്ട് അയാൾ പറയാണെന്ത്, ഈ അസറ്റിന്റെ തുക ഞാൻ കുറച്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് നമുക്ക് ഒരു റെസിപ്റ്റിനെ തരംതിരിക്കാവുന്നതാണ്. ഓക്കെ.